തീർച്ചയായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലുള്ള വലിയ ക്രമക്കേടുകൾ അത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വോട്ടർ പട്ടികയും ക്രമക്കേടുകളുമാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് വളരെ ക്ലിയറായി അദ്ദേഹം ഇന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, വ്യാജ വോട്ടർമാർ. ആ വ്യാജ വോട്ടർമാർ 10,000-കണക്കിന് ആളുകൾ വ്യാജ വോട്ടർമാരായി ചേർത്തിരിക്കുന്നു. ഫോം 6 ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള വോട്ടർമാരെ ചേർത്തിരിക്കുന്നു. വ്യാജമായ ഐഡൻറ്റിറ്റി കാർഡുള്ള വോട്ടർമാർ ചേർത്ത് ഇരട്ട വോട്ടുകളുടെ എണ്ണം വളരെയധികം 10,000-കണക്കിന് ഇരട്ട വോട്ടുകൾ ചേർത്തിരിക്കുന്നു. ആ രീതിയിലേക്ക് ഇപ്പം മഹാദേവപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഒരു നിയോജകമണ്ഡലത്തിന് 6 ലക്ഷം വോട്ടർമാരുള്ളതിൽ 1 ലക്ഷത്തിലധികം കള്ള വോട്ടുകളാണ് ആ ഒറ്റ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇന്ന് വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുള്ളത്. 30,000-ത്തിലധികം വോട്ടുകൾ ഇരട്ട വോട്ടുകൾ, അതോടൊപ്പം 40,000-ത്തിലധികം വോട്ടുകൾ ഇതുപോലുള്ള വ്യാജ വോട്ടുകൾ. ഒരേ വീട്ടിൽ ഒരു മുറി മാത്രമുള്ള വീട്ടിൽ 80-90 വോട്ടർമാരെ ചേർത്തിട്ടുള്ളത്. പിതാവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വീടിൻ്റെ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് 0, പിതാവിൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാത്രം. അപ്പോൾ ഈ രീതിയിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്തുള്ള കൃത്രിമത്വം അത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ അട്ടിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണ സഹിതം ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 10 ലക്ഷം വോട്ടർമാർ എങ്ങനെയാണ് കുറവ് വന്നിട്ടുള്ളത്? അത്രയധികം വലിയൊരു വ്യത്യാസം. സാധാരണ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതുവരെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ എണ്ണം 2,76,56,579 വോട്ടർമാരാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലുള്ളത് 2,66,78,256 വോട്ടുകൾ മാത്രം. അപ്പോൾ ഏകദേശം 9 ലക്ഷത്തിൽ ചിലവൻ 10 ലക്ഷത്തിലധികം വോട്ടുകൾ കാണാനില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ഇപ്പോൾ ഇതാ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ തുടങ്ങിയതോടുകൂടി ഇത് വളരെ കുത്തനെ ഈ എണ്ണം വർദ്ധിച്ചിട്ട് 14 ലക്ഷത്തോളം വോട്ടുകളുടെ വർധനമുണ്ടായിരുന്നു. ഈ 10 ലക്ഷം കുറവ് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടർ പട്ടികയേക്കാൾ 10 ലക്ഷം കുറവാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയോ രീതിയിലുള്ള കൃത്രിമത്വം ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇതൊരു അബദ്ധ പഞ്ചാംഗമാണ്. ഇപ്പോൾ ഒരു വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. ഒരു വാർഡിൽ തന്നെ ആ വാർഡുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ വോട്ടുകൾ ആ ഒരു വാർഡിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിച്ചുള്ള വളരെ ഗുരുതരമായ തെറ്റുകളുണ്ട്. ഇതിനെയൊക്കെ അപ്പീൽ കൊടുത്താൽ അല്ലെങ്കിൽ പരാതി ബോധിപ്പിച്ചാൽ അതിലൊന്നും തീരുമാനമെടുക്കാതെ പോകുന്നു. അപ്പോൾ ഇതിനെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത് പോലെ നേരിട്ട് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റിയെ പോലും അത് നിയമം മൂലം മാറ്റിമറിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് നിയമിക്കത്തക്ക രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വയ്ക്കുന്നത് പോലെയാണ് സംസ്ഥാനത്ത് നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് സംവിധാനവും സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ CPM-ൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാൽ എങ്ങനെ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്.